ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം ശ്രീമാത്രായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 17-ാം അധ്യായം. വിശ്വാമിത്രകഥയും കാമബീജപ്രാപ്തിയും. വ്യാസൻ: മുനി തന്നീദൃശം വാക്യം കേട്ടിട്ടുജ്ജയിനീപതി മടിക്കാതെ വിളിച്ചോതി മന്ത്രിവൃദ്ധനോടിങ്ങനെ: ഇത്തവിൽ നാം ചെയ്വതെന്തു സുബുദ്ധേ ചൊൽക സുവ്രത. കുഞ്ഞുമൊത്താവാർ മൊഴിയെ ബലത്താൽ കൊണ്ടുപോകയോ? വിടാമോ നന്മയിച്ചിപ്പോൻ വൈരി നിസ്സാരനെങ്കിലും രാജയഷ്മാവു പോൽ വൈരി വളർന്നാൽ മൃത്യുവെത്തിടും. പോരാളിയില്ല പടയില്ലിങ്ങാരുണ്ടു വിലക്കുവാൻ പിടിച്ചു വെട്ടിക്കൊന്നാലോ ദൗഹിത്രൻ തൻ്റെ ശത്രുവേ? അശത്രുകം രാജ്യമെന്നാൽ ശ്രമിപ്പതിനായി ഞാൻ എന്തുള്ളൂ പിന്നെ പേടിക്കാ ഇവനെ കൊല ചെയ്യുകിൽ. പ്രധാനമന്ത്രി: സാഹസം കാട്ടൊലാ രാജൻ, കേട്ടില്ലേ മുനിഭാഷിതം? വിശ്വാമിത്രന്റെ ദൃഷ്ടാന്തം ചൊന്നതോർക്കുന്നതില്ലയോ? പണ്ടുഗാദിസുതൻ ശ്രീമാൻ വിശ്വാമിത്രൻ സുവിശ്രുതൻ നടന്നങ്ങനെ വന്നേറി വസിഷ്ഠാശ്രമമനൃപൻ. നമസ്കരിച്ചു മുനിയെ വിശ്വാമിത്രൻ പ്രതാപവാൻ. ഇരുന്നു മുനിയാൽ ദത്തമാസനം തന്നിൽ മന്നവൻ. മഹായശസ്വിയാങ്കാതി സൂനുവെ സൈന്യമൊത്തുടൻ ക്ഷണിച്ചാനൂണിനായി പിന്നെ മഹാത്മാവാം വസിഷ്ഠനും. സൃഷ്ടിച്ചു ഭക്ഷ്യഭോജ്യാദി സർവം നന്ദിനിയാം പശു ഭുജിച്ചാൻ മൃഷ്ടമായി ഭൂപൻ പരിവാരസമന്വിതം. ആ നന്ദിനി ഗോവുതൻ വൻപ്രഭാവം കണ്ടറിഞ്ഞുടൻ അർത്ഥിച്ചാനാ നന്ദിനിയെ മുനിസത്തമനോടവൻ. വിശ്വാമിത്രൻ: ചെരുന്നൽ കുടമോലുന്നൊരായിരം വൈക്കളെ തരാം. നന്ദിനി പയ്യനെച്ചാലേ നൽകിയാലും ദ്വിജോത്തമ. വസിഷ്ഠൻ: ഹോമഗോവാണി തെമ്മട്ടും നൽകില്ലിവളെ ഞാൻ നൃപ. നിനക്കു താനിരിക്കട്ടെ നിന്റെ ധേനു സഹസ്രവും. വിശ്വാമിത്രൻ: വേണമെങ്കിൽ തരാം 10,000 ലക്ഷമോ മുനെ. തന്നാലും ഇതിനെ തന്നില്ലായ്കിൽ ഊക്കാൽ ഗ്രഹിക്കുവൻ. വസിഷ്ഠൻ: കൊണ്ടുപോയിക്കൊള്ളുക നീയൂക്കാലിഷ്ടമാണെങ്കിൽ മന്നവ. സ്വേച്ഛയാ ഞാനാശ്രമം വിട്ടിറക്കില്ലിവളെ ധ്രുവം. ശക്തന്മാരായിരം സ്വഭൃത്യന്മാരോടു ചൊന്നാൻ നൃപൻ തഥാ. നന്ദിനി പയ്യനെ കെട്ടി പോരുവിൻ ബലമത്തരേ. പിടിച്ചാരു കോടക്കൂട്ടർ കെട്ടിയിട്ടൊരു ഗോവിനെ തഥാ കണ്ണീർ വാർത്തു വിറച്ചോതിനാൾ മുനിയോടവൾ. ത്യജിപ്പതെന്തെന്നെ മുനെ ഇവർ കെട്ടി വലിക്കയായി. മുനി ചൊന്നാൻ നറും ദുഗ്ധ ഏകും നിന്നെ ത്യജിപ്പനോ? ഞാൻ സൽക്കരിച്ചൊരീ മന്നനോക്കു കാട്ടുകയാം ശുഭേ. എന്തു ചെയ്യേണ്ടു ഞാൻ നിന്നെ മനസ്സാ ഞാൻ വെടിഞ്ഞിടാ. മുനിയേവമുരച്ചപ്പോൾ ക്രോധം പൂണ്ടിതു നന്ദിനി. ഹംഭായെന്നുഗ്രമായൊന്നു ഗർജിച്ചാളതിദാരുണം. പൊട്ടിപ്പുറപ്പെട്ടു ഘോര ദൈത്യന്മാർ മെയ്യിൽ നിന്നുടൻ. മാർച്ചട്ടയും ശസ്ത്രവുമായി നിൽക്കു നിൽക്കെന്നുരയ്ക്കുവോർ. മോചിപ്പിച്ചാർ നന്ദിനിയെ സൈന്യമെല്ലാം തകർത്തവർ. തിരിച്ചുപോയാനൊറ്റയ്ക്കു ഗാദിജൻ പിന്നെയാർത്തനായി.
മഹത്താം ക്ഷാത്രവീര്യത്തെ തന്നെ നിന്ദിച്ചു ദീനനായി ബ്രാഹ്മംബലം ശ്രേഷ്ഠമെന്നു നന്ദിച്ചെയ്താൻ തപസ്സവൻ. പെരുത്താണ്ടുകൾ വൻകാട്ടിൽ ക്ഷാത്രധർമ്മം വെടിഞ്ഞുടൻ അത്യുഗ്രമാം തപം ചെയ്തി ഋഷിത്വം പൂണ്ടുകാദിജൻ. അതിനാൽ താപസന്മാരുമായി വൈരം തുടങ്ങല വൃഥാ തുടങ്ങിയാൽ വംശം മുടിക്കുമതു ഭൂപതേ. തപോധനൻ മുനിയെ നീ ആശ്വസിപ്പിക്ക സാമ്പ്രതം സുഖമായി വാണുകൊള്ളട്ടെ അവിടെ താൻ സുദർശനൻ. നിർധനൻ ബാലനെന്തങ്ങേക്കഹിതം ചെയ്വതും നൃപാ വൈരമെന്തിനു തേ ശക്തിയറ്റൊരീ നിസ്സഹായനിൽ. ദൈവാധീനം ജഗത്തെല്ലാം ദയതാൻ വേണ്ടതാരിലും വരുന്നതു വരും നൂനം പക കൊണ്ടെന്തുവാൻ ഫലം. ദൈവയോഗം കൊണ്ടു വജ്രം പുല്ലായി മാറുമസംശയം പുല്ലുവജ്രവുമാം ദൈവയോഗത്താൽ ചില വേളയിൽ. വ്യാഘ്രത്തെ മുയൽ കൊന്നേക്കും കൊതു മത്തഗജത്തെയും സാഹസം കാട്ടൊലാരാജൻ മതിമൻ ഹിതമോദിനേൻ. വ്യാസൻ മന്ത്രിതൻ വാക്കു കേട്ടാശു യുധാജിത്താം നൃപാധിപൻ കുമ്പിട്ടു മുനിയെ പോയാൻ പിന്നെ തന്നാട്ടിലേക്കുമായി. പിന്നെ പാർത്താളാശ്രമത്തിൽ സ്വാസ്ഥ്യത്തോടും മനോരമ വളർത്തിനാൾ സത്യവാനാം സുദർശനകുമാരനെ. മുനിബാലരുമായെങ്ങും ക്രീഡിച്ചും കൊണ്ടു നിർഭയം ദിനംതോറും വളർന്നാന കുമാരൻ ഗുണശീലനായി. അന്നൊരിക്കലവൻ അന്തികത്തിൽ ചെന്ന വിദല്ലനെ വിളിച്ചാൻ ക്ലീബയെന്നായിട്ടൊരു താപസബാലകൻ. സ്ഫുടമാദ്യാക്ഷരം മാത്രം കേട്ടുൾക്കൊണ്ടു സുദർശനൻ അനുസ്വാരത്തോടതു താൻ ഉച്ചരിച്ചാനിടയ്ക്കിടെ. കാമരാജാഖ്യമബീജം ഏവമുൾക്കൊണ്ടു ബാലകൻ ജപിച്ചിതുൾത്താരിലേറുമാദരത്തോടെ നിത്യവും. ഭാവിയോഗത്തിനാൽ രാജൻ കാമരാജമിതദ്ഭുതം ഗ്രഹിച്ചാൻ തനിയെ തന്നെ കൊച്ചുബാലകനിങ്ങനെ. 5-ാം വയസ്സിൽ താനേവം നേടീ മന്ത്രമുത്തമം ഛന്ദസ്സും ഋഷിയും ധ്യാന ന്യാസങ്ങളുമെഴാതെ താൻ ഉറക്കിലും കളിയിലും ജപിച്ചു മനസാ സദാ മറന്നില്ലവനാ മന്ത്രം സാരവെത്തന്നെ തോന്നലാൽ. 11-ാം വയസ്സിങ്കൽ മുനിയാലുപനീതനായി അഭ്യസിച്ചാൻ വേദവേദാംഗങ്ങളും നീതിശാസ്ത്രവും ധനുർവേദവുമെന്നല്ല വിദ്യയേതും കുമാരകൻ പഠിച്ചാൻ വേണ്ട പോൽ മന്ത്ര ശക്തി കൊണ്ടെന്ന പോലവേ. കണ്ടാനൊരിക്കലദ്ദേവീ രൂപം പ്രത്യക്ഷമായവൻ ചെമ്പട്ടുവസനം രക്തവർണം രക്താംഗഭൂഷയും പൂണ്ടു താർഷ്യൻ തൻ പുറത്തു വൈഷ്ണവീ ശക്തിയെ സ്വയം. കണ്ടാ നൃപകുമാരന്റെ വദനം സുപ്രസന്നമായി സർവവിദ്യാർത്ഥ തത്വങ്ങൾ നേടിയ കാട്ടിലങ്ങനെ ആറ്റിൻകരയ്ക്കൽ ക്രീഡിച്ചാൻ ദേവിയെയും ഭജിച്ചവൻ. തൂണീരവും കവചവും മൂർച്ചയേറും ശരങ്ങളും വില്ലുമാ നൃപബാലൻ നേകിനാൾ ജഗദംബിക. അക്കാലം കാശിഭൂപാലൻ തൻ്റെ വത്സലപുത്രിയായി ലക്ഷണങ്ങൾ തികഞ്ഞോളായി വാണാൾ ശശികലാഭിത.
കന്ദർപ്പനെപ്പോലഴകും ശൗര്യവും ലക്ഷണങ്ങളും തികഞ്ഞു വാഴുന്നു കാട്ടിൽ സുദർശന നൃപാത്മജൻ. ഏവം ബന്ദീജനം വാഴ്ത്തിച്ചൊന്നു കേട്ടാ നൃപാത്മജ, കാമിച്ചു തന്നുൾ കുരുന്നാൾ വരിച്ചാള കുമാരനെ. സ്വപ്നത്തിലൊരു നാൾ സാക്ഷാൽ ജഗദംബിക രാത്രിയിൽ ചെന്നാശ്വസിപ്പിച്ചുകൊണ്ടു ചൊന്നാളവളോടിങ്ങനെ, വരിക്ക സുന്ദരീ വരം മമ ഭക്തൻ സുദർശനൻ, നിനക്കേകട്ടെ എൻ ചൊല്ലാൽ സർവാഭീഷ്ടങ്ങളും ശുഭേ. കിനാവിൽ കണ്ടൊരദ്ദേവി തൻ മനോഹര രൂപവും, വാക്കുമോർത്താ മാനശീല പൂണ്ടാളാനന്ദമേറ്റവും. ഉണർന്നു സാമോദമമ്മ ചോദിച്ചു പലവട്ടവും, ഹർഷത്തിൻ കാരണം നാണം കുണുങ്ങിച്ചൊന്നതില്ലവൾ. വീണ്ടും വീണ്ടും സ്വപ്നമോർത്തവൾ പുഞ്ചിരി തൂകിനാൾ, ചൊന്നാൾ കിനാവിൻ വിവരം സഖിയോടു സവിസ്തരം. നിറഞ്ഞു ചമ്പകം മിന്നും മലർവാടിയിലേകദാ, കളിക്കാനായി തോഴിയൊത്തു ചെന്നാള കഞ്ചനേർമിഴി. ചമ്പകച്ചോട്ടിലെ പൂക്കൾ പെരുക്കിക്കൊണ്ടിരിക്കവേ, കണ്ടാൾ ബദ്ധപ്പെട്ടുകൊണ്ടാ വഴിപോമൊരു വിപ്രനെ. കൈകൂപ്പി വിപ്രനോടോതി മധുരം കന്യയാമവൾ, ഏതു ദേശത്തിൽ നിന്നെങ്ങോട്ടെഴുന്നള്ളി മഹാശയാ. ദ്വിജൻ ധ്രുവസന്ധിസുതൻ പേരാലർത്ഥം കൊണ്ടും സുദർശനൻ, തത്ര വാഴ്വൂ പുമാന്മാരിൽ മുഖ്യൻ ശ്രീമാൻ സുലോചനെ. ആ ഭൂപബാലകൻ തന്നെ കണ്ടിടാത്തോന്റെ കണ്ണുകൾ നിഷ്ഫലം തന്നെയെന്നായി ഞാൻ നണ്ണുന്നേൻ മടവാർമണേ. ഒരിടത്തൊക്കെയും കൂട്ടി കാണുവാൻ കൊതിയാൽ വിധി, ഗുണങ്ങൾ തന്നാകരത്തെ തീർത്തതാണെന്നു തോന്നിടും. അർഹൻ താനക്കുമാരൻ നിൻ യോഗ്യനാം വരനായി വരാൻ, മണിയും സ്വർണവും കൂടി ചേർന്ന മട്ടായി ഭവിച്ചിടും. 17-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ അംബായേ നമഃ. 18-ാം അധ്യായം ശശികലാ വിവാഹോദ്യോഗം. വ്യാസൻ പ്രേമം തഴച്ചിത കന്യയാൾക്കീ വാക്കുകൾ കേൾക്കവേ, ഗമിച്ചാനീ വാർത്തയും ചൊന്നവിടുന്നാദിജേന്ദ്രനും. മുമ്പു താൻ അനുരാഗത്താൽ വീർപ്പുമുട്ടിപ്പിടയ്ക്കുവോൾ, ആ വിപ്രൻ പോകവേ പൂവമ്പേറ്റേറ്റധിക ഖിന്നയായി. അരികത്തുപചാരങ്ങൾ ചെയ്യും തോഴിയോടോതിനാൾ, വികാരം നാം വെടുക്കുന്നിതെൻ മെയ്യിലിതു കേൾക്കയാൽ. മൊട്ടിട്ടു നിൽക്കും കൗമാരം സൗഭാഗ്യം ശ്രേഷ്ഠമാം കുലം, നോവിപ്പൂ ദുഷ്ടനക്കാമൻ ചെയ്വതെന്തെങ്ങു പോവതും. കിനാവിൽ ഞാൻ കണ്ട രണ്ടാം കാമനൻ മൃദുമാനസം, വിരഹാകുലിതം ഹന്ത ദഹിപ്പിക്കുന്നിതേറ്റവും. മെയ്യിൽ ചാർത്തും കളഭവും വിഷമായി തോന്നിടുന്നുമേ, ഈ മാലയെ സർപ്പമായും പൂനിലാവിതു തീയുമായി. തടാകവും കുന്നുകളും പൂങ്കാവും മണിമേടയും, രാവും പകലുമിങ്ങേതും നൽകുന്നില്ല മനസ്സുഖം. താമ്പൂലവും മെത്തയും നൽപാട്ടും വാദ്യങ്ങളും സഖി, കണ്ണിനോ കരളിനോ മേ തൃപ്തി നൽകാതിരിക്കയാം.
പോയാലോ നിർദ്ദയനവൻ വാഴുമക്കാട്ടിലേക്കു ഞാൻ. നാണം വിടുന്നില്ല കുലസ്ത്രീ ഞാനെൻ അച്ഛൻ്റെ ചൊല്ലിലും. സ്വയംവരം നടത്തുന്നില്ലച്ഛനെന്തിഹ ചെയ്വു ഞാൻ. കൊടുത്തിരുന്നെങ്കിലവൻ നേകിയേനേ സുഖത്തെ ഞാൻ. പ്രതാപവാന്മാരായി 100 കണക്കുണ്ടന്യ പാർത്ഥിവർ. മതിപ്പില്ലാരിലും രാജ്യഹീനനി ഭൂമിപന്മതി. വ്യാസൻ: ധനവും ബലവും നാടും തുണയും നാസ്തിയെങ്കിലും വാണാനവൾക്കുൾക്കാമ്പിൽ കായ്കനി തിന്നും സുദർശനൻ. അവൾക്കുമുണ്ടു വാഗ്ബീജ ജപത്താലുള്ള സിദ്ധികൾ. അവനോ ശ്രേഷ്ഠമാം മന്ത്രം ധ്യാനപൂർവം ജപിക്കയാൽ പൂർണ്ണയായി വിശ്വമാതാവായി സർവസമ്പത്പ്രദാത്രിയായി അവ്യക്തയാം വിഷ്ണുമായ തന്നെ കാൺമൂക്കിനാവിലും. സുദർശനൻ രാജപുത്രൻ എന്നറിഞ്ഞിട്ടവനുടൻ ശൃംഗവേരപുരാധീശൻ നിഷാദൻ വന്നു നൽകിനാൻ. സർവസാമഗ്രിയും 4 ഹയവും നൽപതാകയും ചേർന്ന ചൈത്രരഥം കാഴ്ചദ്രവ്യങ്ങളോടുമേകദാ. പ്രീത്യാ കൈക്കൊണ്ടു മിത്രത്വം പൂണ്ടു നൽകിയ കാഴ്ചകൾ. കാട്ടുകായ്കനിയാൽ സൽക്കരിച്ചു ഭൂപൻ നിഷാദനെ. നിഷാദന്നേവമാദിത്യം നൽകി വിട്ടൊരു വേളയിൽ പ്രീതി ചേർന്നുള്ള മുനിമാരൊത്തുചേർന്നു കഥിക്കയായി. രാജപുത്ര ഭവാൻ രാജ്യം നേടുമേതു വിധത്തിലും കുറച്ചു നാൾക്കുള്ളിൽ നൂനമയത്നം പ്രാഭവത്തിനാൽ. നിന്നിൽ പ്രസാദിച്ചു ദേവി വരദായിനിയാം ശിവ. തുണയും വേണ്ട പോലുണ്ടാം വാഴ്ക നീ ചിന്തയെന്നിയേ. മനോരമയൊടും ചൊന്നാർ സംശിതവ്രതർ താപസർ. രാജാവായിത്തീർന്നിടുമിനി നിന്റെ പുത്രൻ ശുചിസ്മിതേ. സത്യമാകട്ടെ ഇച്ചൊന്ന് തോതിനാൾ രാജ്ഞി എൻ മകൻ നിങ്ങൾക്കു ദാസൻ. സത്സേവാഫലത്തിൻ ചിത്രമെന്തുവാൻ. ഇല്ലല്ലോ പടയും മന്ത്രിമാരും തുണയുമർത്ഥവും. ഏതു യോഗത്തിനാലെൻ്റെ മകൻ രാജ്യാർഹനാവുമോ. രാജാവാമെൻ പുത്രനെന്നു നിങ്ങളാശീർവദിക്കയാൽ തരിമ്പുമില്ലിങ്ങു ശങ്ക നിങ്ങൾ മന്ത്രജ്ഞരല്ലയോ. വ്യാസൻ: മേധാമിയാമിവൻ തേരുമേറിപ്പോവിടമൊക്കെയും സ്വതേജസ്സാൽ തോന്നുമാർക്കും അക്ഷൗഹിണി നിരന്നതായി. ഇതൊക്കെ മന്ത്രബീജത്തിൻ മാഹാത്മ്യം താൻ മഹീപതേ. ഭക്തിപൂർവം മന്ത്രമെന്നും ജപിക്കുന്നു സുദർശനൻ. കാമരാജാഖ്യമീ മന്ത്രം ഗുരുശ്രേഷ്ഠങ്കൽ നിന്നൊരാൾ നേടി ഭക്ത്യാ ജപിച്ചിടിൽ പ്രാപിക്കും കാമമൊക്കെയും. പ്രസാദിക്കുകില ദേവി നൽകാതെന്തുള്ളു മഞ്ഞിലും വിണ്ണിലും പ്രാപ്യമാമേതു വസ്തുവും നൃപപുങ്കവാ. ദേവീ പൂജാദിയിൽ തെല്ലും വിശ്വസിക്കാത്തൊരാ നരൻ ഭാഗ്യം കെട്ടോൻ മൂഢബുദ്ധി രോഗമെന്നും വിടാത്തവൻ. യുഗാദിയിൽ സുരർക്കൊക്കെ മാതാവെന്നായി പ്രകീർത്തിത. അതിനാലാദിമാതാവൻ നവളെന്നും പുകഴ്ന്നവൾ. ബുദ്ധി കീർത്തി ശ്രദ്ധ ലക്ഷ്മി ധൃതിശക്തി മതിസ്മൃതി ഇവയെല്ലാ പ്രാണികൾക്കും
അവൾ താനെന്നു നിർണയം. മായയാൽ മോഹിതന്മാരായി ഇതൊന്നുമറിയാത്തവർ ഭജിക്കുന്നില്ലതുമിതും ചൊന്നു വിശ്വേശി ദേവിയെ. ബ്രഹ്മാവും വിഷ്ണുവും ശംഭുവിന്ദ്രനും പാശികാലനും അഗ്നിവായു കുബേരന്മാർ പൂഷാവശ്ശികൾ രുദ്രരും ആദിത്യർ വിശ്വദേവന്മാർ മരുത്തുക്കൾ വസുക്കളും ത്വഷ്ടാവും ഭഗനും ധ്യാനിക്കുന്നിത സർവകർത്രിയെ. വിദ്വാനാരപ്പരാശക്തി തന്നെ ധ്യാനിച്ചിടാത്തവൻ സുദർശനനറിഞ്ഞാന് ദേവിയെ സർവദാത്രിയായി. ബ്രഹ്മം താനവൾ ദുഷ്പ്രാപ വിദ്യാസ്വരൂപിണി യോഗഗമ്യ പരാശക്തി മോക്ഷേച്ഛുക്കൾക്കതിപ്രിയ. പരാത്മാവിന്നു കാണിപ്പതാരാത്രിവിധ സൃഷ്ടിയെ അവൾ കൂടാതാർക്കു സാധ്യം ചിത്സ്വരൂപമറിഞ്ഞിടാൻ. അദ്ദേവിയെ താൻ മനസ്സിൽ ധ്യാനിപ്പൊരു സുദർശനൻ രാജ്യം കിട്ടുവതേക്കാളും സൗഖ്യത്തിൽ കാട്ടിൽ വാഴുകയാം. നാനാശീതോപചാരങ്ങളാലും ശശികലയ്ക്കഹോ പൂവമ്പൻ രുചയറ്റില്ല കുഴങ്ങി മെയ് തളർന്നവൾ. വിവാഹാർത്ഥിനിയായിത്തീർന്നു മകളെന്നറിഞ്ഞുടൻ സ്വയംവരത്തിൻ്റെ വട്ടം കൂട്ടി നാനാസുബാഹുവും. സ്വയംവരം 3 വിധമുണ്ടല്ലോ രാജയോഗ്യമായി വിവാഹമാമട്ടന്യർക്കു പാടില്ലെന്നുള്ളതാം വിധി. ഇച്ഛാസ്വയംവരം പിന്നെ മറ്റതോ സനിബന്ധനം. ത്രയംബകം ചാപമാരാമൻ മുറിച്ചാനന്നതിൻപടി. തൃതീയം ശൗര്യശുൽക്കം താനതു ശൂരർക്കു ചേർന്നതാം. ഇച്ഛാസ്വയംവരം തത്ര നിശ്ചയിച്ചിതു പാർത്ഥിവൻ. ശില്പീന്ദ്രരെ കൊണ്ടനേകം മഞ്ചം നല്ല വിരിപ്പൊടും മണ്ഡപങ്ങളുമൊട്ടേറെ ഉണ്ടാക്കിച്ചു മഹീപതി. വിസ്തരിച്ചുള്ളൊരുക്കങ്ങളേവം തത്ര നടക്കവേ തോഴിയോടോതി ഖേദത്താൽ മൈക്കണ്ണാളാം നൃപാത്മജ. രഹസ്യമായമ്മയോടു ചൊല്ലുകെന്നിംഗിതത്തെ നീ വരിച്ചേൻ മനസാ ഞാനാ ധ്രുവസന്ധി തനൂജനെ. സുദർശനാഖ്യനവനെ വിട്ടന്യനെ വരിച്ചിടാ. ദേവി കൽപ്പിച്ചതാണെൻ്റെ വരനായി നൃപപുത്രനെ. വ്യാസൻ ആ മഞ്ജുവാണിയാം തോഴി ഇതു കേട്ടു രഹസ്യമായി വൈദർഭിയാമമ്മയെ കണ്ടോതിനാൾ മധുരാക്ഷരം. എൻ മുഖത്തൂടെ നിൻ പുത്രി കേണോദിയ വചസ്സു നീ കേട്ടു ചെയ്താലും അവൾ തൻ ഇംഗിതം ത്വരിതം ശുഭേ. ധ്രുവസന്ധിസുതൻ വെൽവു ഭരദ്വാജാശ്രമസ്ഥനായി വരിച്ചേനവനെ തന്നെ വരിക്കാമറ്റൊരാളെ ഞാൻ. വ്യാസൻ ആ വാക്കു കേട്ടു തൻ കാന്തൻ പൂമച്ചേറിയ വേളയിൽ നിവേദനം ചെയ്തു രാജ്ഞി മകൾ ചൊന്നുള്ളൊരാമൊഴി. വാക്കേവം കേട്ടു ഭൂപാലൻ അത്ഭുതത്തായി ചിരിച്ചുപോയി ചൊന്നാൻ സുബാഹു കാര്യത്തിൻ യാഥാർത്ഥ്യം ഭാര്യയോടുടൻ. അറിഞ്ഞിതോ ബാലനവൻ രാജ്യഭ്രഷ്ടൻ സുലോചനെ അമ്മയൊത്തേകാകിയായി വാഴ്കയാം കാട്ടിലിന്നവൻ. അവൻ മൂലം യുധാജിത്തു കൊന്നിതാ വീരസേനനെ. ദരിദ്രനാമവൻ സുബ്രു യോഗ്യനാം വരനാകുമോ.
സ്വയംവരത്തിനു വരും സ്ഥിതിയാളുന്ന മന്നരെ മോഷിപ്പിക്കരുതെമ്മട്ടും എന്നു പുത്രിയോടോതു നീ. 18-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ അംബായേ നമഃ.